നിക്കുസേ നിക്കു ഇതൊക്കെ നീക്കി ഇതെന്താ എടാ എനിക്ക് എന്തിനാ വീട് പത്തിക്കളഞ്ഞ് എന്തിനാ വീട് പത്തി എനിക്ക് എണീക്കടാ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരുമ്പിയതൊക്കെ ഞാൻ പുറത്ത് തന്നെ അറിയിട്ടു. കാരണം രാവിലെ നല്ല വെയിലുണ്ടായിന്. അപ്പോൾ വെയിൽ കണ്ടുകൊണ്ട് എല്ലാം ഞാൻ നിരത്തി പുറത്ത് തന്നെ ഇട്ട് കൊടുത്തു. ഇന്നലെ ചെറിയ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ ഞാൻ തിരുമ്പിയിട്ടൊന്നും ഉണ്ടായിന്. അപ്പം അതും കൂടെ ചേർത്തിട്ട് ഇന്ന് എനിക്ക് കുറേ തന്നെ തിരുമ്പാനുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ചായയൊക്കെ കുടിച്ചപ്പോണ്ട് പെട്ടെന്നൊരു മഴ ഇട്ട്. അതിനെ നല്ല വെയിലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ആറിയിടാൻ കാത്ത പോലെയാണ് മഴ. നല്ല ശക്തിയിൽ പെയ്യുകയാണെങ്കിൽ ആലുമൊന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആലുമൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ അങ്ങ് പോവുകയും ചെയ്തിരിക്കും. കഞ്ഞി കുടിക്കുവാൻ നല്ല മോനല്ലേ അവനെങ്ങനെ അടി പോണ്ടേ ഇപ്പൊ ഫോണില് ഫോട്ടോ വേണ്ട. പിന്നെ നിക്കുനെ കുളിപ്പിച്ച് അങ്കനാടിലേക്ക് വിടാനുള്ള ഒരു കൈട്ടോ. അങ്ങനെ നിക്കുനെ അങ്കനാടിയിൽ വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. സാധാരണ വിവേകനെ കൊണ്ടുവിടില്ല. അപ്പം അങ്ങോട്ട് വിവേകം കൊണ്ടുവിട്ടെന്ന് വർക്കുള്ളതുകൊണ്ട് വേടം നേരത്തെ പോയി. അപ്പം ഞാൻ തിരിച്ചൊറ്റയ്ക്ക് നടന്നു വരികയാണ്. മടിയാണ് രാവിലെ അവന് പോകാൻ, നല്ല മടി തന്നെയാണ്. പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തിയ ആൾ സെറ്റായിക്കോളും. ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ള നെയിൽ പോളിഷാണ്. ഇത് സെറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ചുമ്മാ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ കളറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാട്ടോ. ഇത് 6 കളറുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കളറാണ് ഓരോന്നും. ഇത് ഫസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ, പിസ്ത പച്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളർ. അത് ഞാൻ ഇട്ടിട്ട് കണ്ടോ, ഇതാണ് കളറ്. പിന്നെ ഈ ഒരു കളറ്, പിന്നെ ഇതാ, കണ്ടോ. അതിങ്ങനെ മൊത്തത്തിൽ 6 കളറാണുള്ളത്. നല്ല വെറൈറ്റി കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായല്ലോ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ. കുറച്ച് ദിവസം എനിക്ക് ഒരു 2-3 ആഴ്ചയിലധികമായി വാങ്ങിയിട്ട്. അപ്പോൾ അന്നൊന്നും ഞാനിത് കാണിച്ചില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ അവിടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അടിപൊളിയാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 200 രൂപ അതിൽ താഴെയാണ് എന്തായാലും ഈ ഒരു 6 എണ്ണത്തിന് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല നല്ല വെറൈറ്റി കളർ, നമുക്ക് അങ്ങനെ കിട്ടാത്ത കളറുകളാണ്. അപ്പം ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയൊക്കെ കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഇപ്പോൾ ഒരു പച്ച ചക്ക കിട്ടുന്നത്. അപ്പോൾ ചക്ക പുഴുക്കില്ലാത്ത കുറേ, കാരണം ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എല്ലാം പഴുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം നേരത്തെ ചക്ക ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു സമയമ്പോഴത്തേക്ക് എല്ലാം പഴുത്ത് വയ്ക്കാം. അത് മാത്രമല്ല പ്ലാവിൻ്റെ ഒരുപാട് മുകളിലായതുകൊണ്ട് പറിക്കാനും പറ്റില്ല, എല്ലാം വീണ് പോയി പോവാം. അതിൻ്റെ മുകളെല്ലാം തന്നെ ഒന്നുണ്ടായിരുന്നു. കുറേ ദിവസമായി പറിക്കാൻ എനിക്ക് നിങ്ങളെ മറന്നു പോവാൻ വന്നേരം എല്ലാം ഇങ്ങനെ പഴുത്തിട്ട് വീണ് പോയേ. എല്ലാം വീണ് പോയതാ. പ്രാവശ്യം കുറച്ചാ പൊങ്ങിക്കോ. അതൊക്കെ അതിൻ്റെ മുകളിലെല്ലാം പഴുത്തിക്കുണ്ടാവില്ല. പക്ഷെ നല്ല മൂത്ത കേക്കല്ലേ. ലാസ്റ്റ് ചക്ക ഇല്ല, ലാസ്റ്റ് ചക്ക വീങ്ങാന്ന് വിചാരിച്ചു. ഇപ്പൊ മറ്റെപ്പോഴും ചക്കക്കുരു, ഇപ്പൊ കുറെ ചക്കക്കുരു ഇല്ലാത്ത ചക്കക്കുരുവായി കറിക്ക് അതൊക്കെ ഒന്നും കടിക്കില്ല. അങ്ങനെ വെച്ച് ചക്കയും പിള്ളേർ ചക്കക്കുരു കറിയും വെക്കാന്ന് വിചാരിച്ചു. എനിക്ക് ചോറിനോട് ചക്കയും അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തിയും ചക്കയാക്കാല, പിന്നെ ചമ്മന്തിയും ചക്കയും. അങ്ങനെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിക്കേ. നല്ല മൂത്ത ചക്കയുണ്ട്, നല്ല ഇളം മധുരമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ ചോറും ചക്കപ്പുഴുക്കും ചമ്മന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് കറി കൂട്ടാൻ ഇഷ്ടമല്ല. പിന്നെ നിക്കൂസിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയിട്ട് ഞാൻ നേരെ മലോല ഏച്ചീൻ്റെ അടുത്തേക്കാട്ടോ പോയത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വൈകുന്നേരമാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.